കോഴിക്കോട് ഫറോക്കിൽ പെയിന്റ് കടയ്ക്ക് തീ പിടിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അഭിജിത്ത്, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? സമീപത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പടരുമെന്ന ആശങ്കയുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, മീൻചന്തയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഫറോക്ക് ചുങ്കത്തിനടുത്തുള്ള പെയിന്റിന്റെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് തീ പടരുകയായിരുന്നു. തുടർന്നവർ ഉടൻ തന്നെ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ തൊട്ടടുത്ത ഭാഗത്തേക്ക് കൂടി പടരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ അവിടേക്ക് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരും എന്ന ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ അഭിജിത്ത്? അത് ആളുകളെ ഒഴിപ്പിക്കുക, ആ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം, അത്തരം സാഹചര്യങ്ങൾ നിലവിലില്ലല്ലോ അല്ലേ? നിലവിൽ അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല വിജയകുമാർ. ഒരു ഭാഗത്ത് മാത്രമാണ്, ഈ ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതൊരു പക്ഷേ കൂടുതൽ ഈ ഗോഡൌണിന്റെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണുള്ളത്. മറ്റ് പുറത്തേക്ക്, ഈ ഗോഡൌണിന് പുറത്തേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കൂടുതൽ ഫയർഫോഴ്സ് അവിടേക്ക് എത്തുന്നുണ്ട്. തീ അണയ്ക്കാനായുള്ള ഊർജിതമായ ശ്രമം തുടരുന്നുമുണ്ട്. അതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. വിജയകുമാർ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി അവിടെ നടക്കുന്നുണ്ട്.